ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും അവർ നേരിടുന്ന ഒരു സ്ട്രഗിളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മനസ്സ് മടുത്തു പോകുന്നൊരു കാര്യമാണ്. എൻ്റെ കണ്ടന്റ് റീച്ചായോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അപ്പോൾ ആദ്യം പറഞ്ഞു നാട്ടുകാരെയൊക്കെ ഇതെല്ലാം ഒന്ന് അറിയിക്കണം, എന്തൊക്കെയാണ് കപ്പലിൽ നടക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കടലിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയിക്കണമെന്ന്. അപ്പം ആ ഒരു റീച്ചായോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴൊക്കെ ഉണ്ടായിരുന്നോ? ചെയ്തു തുടങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നല്ല കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉറക്കത്തിൻ്റെ സമയത്ത്. കാരണം രാവിലെ ഇനി 4 മണിക്ക് എഴുന്നേറ്റ്, 4 മണിക്കെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നത് 3:30-ക്കാണ്. 3:30-ക്ക് എഴുന്നേറ്റ് 3:45-ന് 3:45 ആകുമ്പം ബ്രിഡ്ജിൽ കപ്പലോടിക്കുന്ന സ്ഥലത്ത് ചെന്ന് നമുക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി ചെന്ന് ടേക്ക് ഓവർ ചെയ്യണം. കഴിഞ്ഞ ആളുടെ നിന്ന് ജോലി ഏറ്റെടുക്കണം. അപ്പം റെസ്റ്റൊക്കെ പ്രോപ്പറായിട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഈ റെസ്റ്റ് ടൈമിൽ നിന്ന് കുറച്ച് സമയം പങ്കിട്ട് കഷ്ടപ്പെട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ആദ്യം തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 8 വീഡിയോ ഒക്കെ ആയപ്പോഴും വലിയ വ്യൂ ഒന്നുമില്ല. ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കാണുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ 9ാമത്തെ വീഡിയോ ഇട്ടപ്പോഴാണ്, നേരത്തെ ഒരു കപ്പൽ ഓടിക്കുന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സാധനം അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി. അപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്, കുറച്ച് പേരെങ്കിലും കണ്ടല്ലോ എന്നുള്ളത്. അപ്പം ആ ഒരു ഞായറാഴ്ച എനിക്ക് 1000 സബ്സ്ക്രൈബറിൽ ഞാനിങ്ങനെ നിൽക്കുവാണ്. ഈ വീഡിയോ ഇങ്ങനെ വൈറലായപ്പോഴത്തേക്കും ഒറ്റ ആഴ്ചയും കൊണ്ട് സബ്സ്ക്രൈബർ കൗണ്ട് നേരെ 50,000 50,000-ലോട്ട് പോയി. പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അപ്പം അതായിരുന്നു ആദ്യം ഒരു വിഷമം ഉണ്ടെങ്കിലും പിന്നീട് അത് സന്തോഷമായി മാറി. പിന്നീട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു വീഡിയോ, എൻ്റെ ജോലി, ഒരു കപ്പലിലെ ഒരു ദിവസത്തെ ജോലി എന്താണെന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു 25 lakhs വ്യൂസ് ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത ഹാർഡ് വർക്കിനൊക്കെയുള്ള ഫലം പിന്നീട് കിട്ടി. ഫലം കണ്ടു തുടങ്ങി. അതെ. അപ്പോൾ ഇപ്പോൾ ജോ എഡ്മണ്ട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാനൊന്ന് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ പറഞ്ഞു വ്യൂസ് കുറഞ്ഞിരുന്ന സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ വ്യൂസ് കൂടിയാലും ചിലപ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നൊരു നെഗറ്റീവ് കമൻസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? എന്തോ എനിക്കങ്ങനെ ഒരു 100 കമൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, 99 കമൻസും സാധാരണഗതിയിൽ പോസിറ്റീവായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചില സമയത്ത് കിട്ടുന്ന നെഗറ്റീവ് കമൻസിന് ചെറിയ വിഷമമുണ്ട്. പക്ഷേ നമ്മളങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ അതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത്. അതെ, ആ ഒരാളെ നമ്മൾ കണക്കാക്കാതെ ബാക്കി 99 പേരും പോസിറ്റീവ്. അതെ, പൊതുജനം പലവിധമാണ്. അപ്പം എല്ലാവരും പറയുന്നത് കേട്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് മനസ്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.